ഹലോ ഗായ്സ്, നമ്മളിന്ന് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് വെഡ്ഡിങ് പ്രിപ്പറേഷനാണ്. വെഡ്ഡിങ് പ്രപ്പ് ബിഫോർ ഒരു 1 വീക്ക് മുന്നത്തെ ഉള്ള ഒരു പ്രപ്പാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും വലിച്ചിട്ടാൽ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഒരുപാട് നാളായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ബോഡി ഓയിലാണ്. ഇത് ഞാൻ ഫേസിനും ബോഡിക്കും ഞാൻ യൂസ് ചെയ്യുന്നതാണ്. നന്നായിട്ട് സ്കിന്ന് ലൈറ്റൻ ആവാനും വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കഷ്ണം ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു 200 ml എണ്ണയിലേക്കാണ് നമ്മൾ ഇത്ര എടുക്കുന്നത് കേട്ടോ. അപ്പം നന്നായിട്ട് കഴുകിയിട്ട് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ട് വെള്ളമൊക്കെ നനവ് തുടച്ചതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ വിതറി കൊടുക്കുക. നമുക്ക് ഒരു ദിവസം മുഴുവൻ ഇത് വെയിൽ കൊണ്ടിട്ട് ഇതിലുള്ള വെള്ളം മുഴുവൻ വറ്റി നല്ല ഡ്രൈ ആയിട്ടുള്ള ക്യാരറ്റിൻ്റെ ഈ ഒരു പീൽ ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മളിപ്പോൾ ഈ ഒരു അളവിന് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഫുൾ ബോഡി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള എണ്ണ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഉണങ്ങി വരുമ്പോഴേക്കും ഞാൻ നമ്മുടെ ബോഡി ഒന്ന് നന്നായിട്ട് പോളിഷ് ആക്കാനും നമ്മളെ ബോഡിയിലുള്ള ഇൻഗ്രോൺ ഹെയർസ് ഉണ്ടായിരിക്കില്ലേ, അതൊക്കെ ഒന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് ബ്ലൂമിൻ്റെ ഇൻഗ്രോൺ ഹെയർ എക്സ്ഫോലിയേറ്റിംഗ് സ്ക്രബും അവരുടെ തന്നെ ബാത്ത് ഗ്ലോവും. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള ഈ പിഗ്മെൻറ്റേഷൻ മാറാനും ഡെഡ് സെൽസ് മാറാനും അതേപോലെ തന്നെ ഇൻഗ്രോൺ ഹെയർ ഒന്ന് റെഡ്യൂസ് ആവാൻ വേണ്ടിയിട്ടും ഇത് നന്നായിട്ട് സഹായിക്കും. നമ്മൾ ബോഡി ഒന്ന് വെറ്റാക്കിയതിന് ശേഷം നമ്മളിത് ബോഡിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 30 സെക്കൻഡ്സിന് നമ്മളിതൊന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി സ്ക്രബിനാണെങ്കിൽ നമുക്ക് ഇവരുടെ തന്നെ ഈ ഒരു ബാത്ത് ഗ്ലോ യൂസ് ചെയ്യാവുന്നതാണ്. ബാത്ത് ഗ്ലോൻ്റെ റേറ്റ് വരുന്നത് 299 റുപ്പീസും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബോഡി സ്ക്രബിൻ്റെ റേറ്റ് വരുന്നത് 449 റുപ്പീസും ആണ് 200 ഗ്രാമിന് കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ഒരുവിധം നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇൻഗ്രോൺ ഹെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇത് റിമൂവ് ആവുകയും ചെയ്യും. ഈ സ്ട്രോബെറി ലെക്സിനാണ് എനിക്ക് ഒരുപാട് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് ബിക്കിനി ഏരിയയിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീക്കിൽ ഒരു 3 to 4 ടൈംസെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും നമ്മുടെ ഈ ഒരു നേരത്തെ നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റിൻ്റെ പീൽ ചെയ്തത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി നന്നായിട്ട് കുറയും. ഏകദേശം 1 ടേബിൾ സ്പൂൺ നിറയെ ആ ഒരു അളവിനാണ് നമുക്കത് കിട്ടുക. അത്രയും മതി. നമ്മളൊരു 200 ml ഓയിലിലേക്ക്, ഞാനിവിടെ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊരു പാന് ചൂടാക്കിയിട്ട് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ എടുക്കുന്നത്. എല്ലാവർക്കും ഇപ്പോൾ ആൽമണ്ട് ഓയിലോ അങ്ങനത്തെ ഒക്കെ കിട്ടണം എന്നില്ലല്ലോ. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ എടുക്കാം. അല്ലാത്തവർക്ക് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ നമ്മൾ മില്ലിലൊക്കെ പോയി കിട്ടില്ലേ, അത് മതി. അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് മഞ്ചിഷ്ടമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് മുന്നേ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് മഞ്ചിഷ്ടം ഓയിൽ. ഇപ്പോൾ ഞാൻ ക്യാരറ്റും മഞ്ചിഷ്ടവും കൂടെ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഓയിൽ ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ ബേബീസിനും ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, സ്കിന്നൊന്ന് ലൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട്, നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മഞ്ചിഷ്ടം നമുക്ക് ആയുർവേദ കടയിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതേ 1 ടേബിൾ സ്പൂൺ നിറയെ നമുക്കിവിടെ ക്യാരറ്റ് നന്നായിട്ട് ഉണങ്ങിയത് കിട്ടിയിട്ടുള്ളത്. അത് നന്നായിട്ട് ഞാൻ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായതിന് ശേഷം ആണ് ചെയ്യേണ്ടത് കേട്ടോ. വെളിച്ചെണ്ണയുടെ ചൂട് ഭയങ്കര ഹൈ ആവരുത്, സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 10 മഞ്ചിഷ്ടത്തിൻ്റെ തണ്ടുണ്ടല്ലോ, നന്നായിട്ട് ഡ്രൈ ആയത് നമുക്കത് തരാം. പൊടിയും മേടിക്കാൻ കിട്ടും, പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പണ്ട് മുതലേ ഈ ഒരു കുള്ളിയാണ് വാങ്ങാറുള്ളത്. അപ്പോൾ രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ സിമ്മലിട്ടിട്ടുള്ള തീ ഒന്ന് അണച്ചിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ചൂടാറിയാൽ മാത്രം പോരാ, പിറ്റേ ദിവസം വരെ ഈ ഒരു സംഭവം അടച്ചു വെക്കുക. ഇതിലുള്ള സത്തും കാര്യങ്ങളൊക്കെ ആ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു ഗ്ലാസിൻ്റെ ജാറോ അല്ലെങ്കിൽ നല്ല എണ്ണ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ബോട്ടിൽ എടുക്കുക. ഞാൻ എപ്പോഴും ഗ്ലാസിൻ്റെ ജാറാണ് ഇങ്ങനത്തെ ഓയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു എണ്ണ ഒഴിക്കുന്നത് കേട്ടോ. നമുക്ക് ഏകദേശം 200 ml അളവിനാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്കിത് കൂട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയാൽ മതി. ഇപ്പോൾ ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3/4 ഭാഗമെങ്കിലും ക്യാരറ്റ് വേണ്ടി വരും. ഒരു വലിയ ക്യാരറ്റിന് 3/4 ഭാഗമെങ്കിലും വേണ്ടി വരും. ഇപ്പം ഞാനിത് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്.
നമ്മളിപ്പോൾ ന്യൂ ബോൺ ബേബീസിന് വരെ നമുക്ക് ഈ ഒരു ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. നല്ല സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളാവും, നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും. ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാവും, നല്ല ഫുൾ ബോഡിയിൽ അപ്ലൈ. എൻ്റെ മക്കൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാഴ്ചയൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ ഇത് ബ്രൈഡ്സിനും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 1 വീക്ക് ബിഫോർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഫേസിലും ബോഡിയിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസിൽ നല്ലൊരു മസാജിങ് കൊടുത്തുകൊണ്ട് ഒരു 5 മിനിറ്റ് തന്നെ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മളെ ഫേസിലേക്ക് ഇത് പിടിക്കണം. 5 മിനിറ്റ് ഇത് ഫേസിലേക്ക് ആക്കിയതിന് ശേഷം നമ്മളിത് കുറച്ച് നേരം ഫേസിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സാധാ ഒരു നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് വെച്ചിട്ട് ഇത് വാഷ് ചെയ്യാവുന്നതാണ്. ഇനി ബോഡിയിലാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1/2 hour വരെയെങ്കിലും നിങ്ങൾക്കിത് ബോഡിയിൽ വെക്കാവുന്നതാണ്. അതിനുശേഷം സോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലാതെയോ നിങ്ങൾക്കിത് വാഷ് ചെയ്യാം കേട്ടോ. ഫേസിലാണ് ഞാൻ 5 മിനിറ്റ് ഇത് വെച്ചാൽ മതി, അതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ നന്നായിട്ടൊരു മസാജിങ് കൊടുക്കുന്നുണ്ട്, ഒരു അപ്വേർഡ് ഡയറക്ഷനിലാണ് കൊടുക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ബേസിസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്കിന്ന് ലൈറ്റൻ ആവുകയും ചെയ്യും കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിലും അതേപോലെ തന്നെ നെക്കിലും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിവിടെ ചെയ്തില്ല എന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്, ഇപ്പോൾ ലിപ്പിലുണ്ടാവുന്ന ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മളെ വീട്ടിൽ ഉള്ള നെയ്യ് ഉണ്ടല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഇവിടെ നെയ്യ് എടുത്തിട്ടുണ്ട്, സാധാ നെയ്യ് കേട്ടോ. അപ്പോൾ അതിലേക്ക് അത് നല്ലൊരു മോയ്സ്ചറൈസിങ് ഏജൻ്റാണ് നമ്മുടെ ലിപ്പിന്. അതിന് മാത്രമല്ല നന്നായിട്ട് നമ്മുടെ ലിപ്പ് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതിലേക്ക് ഞാൻ ഇടുന്നത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടും ഒരു ഹൈഡ്രേഷന് വേണ്ടിയിട്ടും നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൗഡർ ഉണ്ടല്ലോ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്, അതാണ്. ഒരു പിഞ്ച് ഇടുന്നേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ കുറേ ആയിട്ട് വാങ്ങിയതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലിപ് ബാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ലംസ ഒന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. ഇത് നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് കേടുകൂടാതിരിക്കും. ഈ ഒരു വിൻ്റർ സീസണിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ലിപ്പ് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുകയും ചെയ്യും. നൈറ്റിൽ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഈ വിണ്ട് കീറലൊക്കെ ഉണ്ടാവില്ലേ ചുണ്ട്, അതിനൊക്കെ നന്നായിട്ട് ഒരു ഏജ് ലിമിറ്റ് ഇല്ലാതെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്തത് ഒരു കുഞ്ഞു ബോട്ടിലാക്കിയിട്ട് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ബോട്ടിലിൽ വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഒരു ബാഡ് സ്മെല്ല് വന്നിട്ട് ഇത് കേടുവരും. പിന്നെ വേറൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാമെന്ന് കഴിഞ്ഞാൽ, ഈ ഒരു ആഴ്ചയെങ്കിലും മിനിമം ഒരു 8 to 10 ഗ്ലാസ് നല്ല വെള്ളം നന്നായിട്ട് കുടിക്കുക. ശരീരം നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ആ ഡേ ആകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തലകറക്കവും ടെൻഷനും കാര്യങ്ങളൊക്കെ വരും. സോ സ്റ്റേ ഹൈഡ്രേറ്റഡ്. അപ്പോൾ അതേ ഞാനിതൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് സ്റ്റോർ ചെയ്യുന്നത് ഫ്രിഡ്ജിലാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ക്രീമി കൺസിസ്റ്റൻസി അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ടയാവണം. നമ്മുടെ സാധാ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ലിപ് ബാമിൻ്റെ ആ ഒരു കോലത്തേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഫ്രീസറിൽ ഒരു 1 hour വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇത് നല്ല സെറ്റ് ആവും കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇളനീരുണ്ടല്ലോ, ഡെയിലി ഒരു ഗ്ലാസ് രാവിലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടിക്കുക. നന്നായിട്ട് സ്കിന്ന് ഗ്ലോ ആയിട്ട് വരും. ആ ദിവസം ആകുമ്പോഴേക്കും ഞാൻ കുടിച്ചിരുന്നതാണ് കേട്ടോ. ഞാൻ ABC ജ്യൂസ് പ്ലസ് ഇളനീരാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ നമ്മുടെ ലിപ് ബാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ സെറ്റാക്കിയപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയപ്പോൾ കറക്റ്റ് നമ്മളെ കടയിൽ നിന്ന് കിട്ടുന്ന ലിപ് ബാമിൻ്റെ കളറാണ്. ഇനി കുറച്ചും കൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പൊടിയുടെ അളവൊന്ന് കൂട്ടിയാൽ മതി കേട്ടോ, ബീട്രൂട്ട് പൗഡറിൻ്റെ. അതേപോലെ തന്നെ ഹെയർ കെയറിൻ്റെ കാര്യവും മറക്കരുത്. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ ബൈ.